നമസ്കാരം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ താത്വിക പ്രസംഗവും അനാവശ്യ ന്യായീകരണങ്ങളും കേട്ടുമടുത്ത് പാർട്ടി സമ്മേളന വേദിയിൽ നിന്ന് സഖാക്കൾ തന്നെ മുങ്ങുന്ന അവസ്ഥയിലേക്ക് പാർട്ടി അധംപതിച്ചിരിക്കുകയാണ്. കോഴിക്കോട് മുതലകുളം മൈതാനത്ത് പാർട്ടി സംഘടിപ്പിച്ച പൊതുപരിപാടിയിലാണ് സംസ്ഥാന സെക്രട്ടറിയെയും ഒപ്പമുണ്ടായിരുന്ന നേതാക്കളെയും ഒരുപോലെ അമ്പരപ്പിച്ചുകൊണ്ട് മുൻ മന്ത്രിയും MLA-യുമായ PA മുഹമ്മദ് റിയാസ് വേദി വിട്ട് ഇറങ്ങിപ്പോയത്. പാർട്ടി പരിപാടികളിലും വാർത്താ സമ്മേളനങ്ങളിലും സാധാരണയായി കാണാറുള്ള ഗോവിന്ദൻ മാഷിന്റെ ദൈർഘ്യമേറിയ താത്വിക വിശകലനങ്ങൾ അണികൾക്ക് മാത്രമല്ല സ്വന്തം ജനപ്രതിനിധികൾക്കും സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണെന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് കോഴിക്കോട് കണ്ടത്. സ്വന്തം തട്ടകവും അതിശക്തമായ സ്വാധീന മേഖലയുമായ കോഴിക്കോട് നഗരത്തിൽ തന്നെയാണ് ഇത്തരമൊരു നാണംകെട്ട അനുഭവം പാർട്ടിക്കുണ്ടായത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരായ അഴിമതി ആരോപണങ്ങളും ED അന്വേഷണങ്ങളും പ്രതിരോധിക്കാനും പാർട്ടിയുടെ നിലപാടുകൾ വിശദീകരിക്കാനും വേണ്ടിയാണ് കോഴിക്കോട് വലിയൊരു പൊതുയോഗം സംഘടിപ്പിച്ചത്. പരിപാടിയിൽ പങ്കെടുക്കാൻ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന സമയം അനുസരിച്ച് തന്നെ മുഹമ്മദ് റിയാസ് വേദിയിലെത്തിയിരുന്നു. എന്നാൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മൈക്കിന് മുന്നിലെത്തി പതിവ് പോലെ താത്വിക അവലോകനങ്ങളിലേക്ക് കടന്നതോടെ റിയാസിന് ക്ഷമ നശിച്ചു. പ്രസംഗം പകുതിയാകുന്നതിന് മുൻപ് തന്നെ സംസ്ഥാന സെക്രട്ടറിയെ വേദിയിലിരുത്തി റിയാസ് വേദി വിട്ട് പുറത്തേക്ക് പോവുകയായിരുന്നു. സാധാരണയായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുമ്പോൾ മറ്റു നേതാക്കൾ വേദിയിൽ അച്ചടക്കത്തോടെ ഇരിക്കാറുള്ളതാണ് കീഴ്വഴക്കം. എന്നാൽ തൊട്ടടുത്തിരിക്കുന്ന പ്രമുഖ നേതാവും മുൻ മന്ത്രിയുമായ റിയാസ് എഴുന്നേറ്റു പോയത് കണ്ട വേദിയിൽ ഉണ്ടായിരുന്ന മറ്റു പ്രാദേശിക നേതാക്കൾ എന്ത് ചെയ്യണമെന്നറിയാതെ ധർമ്മസങ്കടത്തിലാവുകയുമായിരുന്നു. മുൻപ് ഭരണത്തിലായിരിക്കെ കാട്ടിക്കൂട്ടിയ അപരാധങ്ങൾ മറയ്ക്കാനും നേതാക്കളുടെ കുടുംബാംഗങ്ങളുടെ അഴിമതികളെ വെള്ളപൂശാനും പാർട്ടി നേതൃത്വം നടത്തുന്ന ന്യായീകരണങ്ങളിൽ അണികൾക്കിടയിൽ കടുത്ത അമർഷമുണ്ട്. പാർട്ടിയും ജനങ്ങളും അണികളും തമ്മിൽ വലിയ അകൽച്ചയിലാണെന്ന് കേന്ദ്ര കമ്മിറ്റി തന്നെ അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിലാണ് ജനങ്ങളെ അകറ്റുന്ന രീതിയിലുള്ള ഈ ഒരു പ്രഹസനം അരങ്ങേറിയത്. നാണംകെട്ട ഈ ഒരു ഇറങ്ങിപ്പോക്കിനൊപ്പം സംഘാടകരെ ഞെട്ടിച്ചത് ആളില്ലാതെ കിടന്ന കാലിയായ കസേരകളാണ്. മുൻകാലങ്ങളിൽ CPM-ന്റെ യോഗമെന്ന് കേട്ടാൽ ആൾക്കൂട്ടം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്ന മുതലകുളം മൈതാനത്ത് ആളൊഴിഞ്ഞ കസേരകൾ മാത്രമാണ് കാണാൻ സാധിച്ചത്. സ്വന്തം കോട്ടയിൽ പോലും ആളുകളെ ആകർഷിക്കാൻ നേതാക്കളുടെ ഈ വീരസമായ പ്രസംഗങ്ങൾക്ക് കഴിയുന്നില്ലെന്നത് പാർട്ടിയുടെ സമ്പൂർണ്ണ തകർച്ചയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആഘോഷ തിമിർപ്പിലാണ് നാടെന്നും അതുകൊണ്ടാണ് ആളുകൾ വരാഞ്ഞതെന്നും സംഘാടകർ സ്വാഗത പ്രസംഗത്തിൽ ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ജനങ്ങൾക്ക് പാർട്ടിയോടുള്ള വൻ മടുപ്പ് തന്നെയാണ് ഇവിടെ പ്രതിഫലിച്ചത്. അഴിമതി കേസിൽപ്പെട്ട സ്വന്തം ഭാര്യയെയും ഭാര്യപിതാവിനെയും കുടുംബത്തെയും രക്ഷിക്കാൻ ഗോവിന്ദൻ മാഷ് താത്വികം നടത്തുമ്പോൾ അത് കേട്ടിരുന്ന് നാണം കെടേണ്ട എന്ന് കരുതിയാണോ റിയാസ് മുങ്ങിയത്, അതോ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ഭിന്നതയാണോ ഇതിന് പിന്നിലെന്ന് ഇനി പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കേണ്ടി വരും.